നമസ്കാരം, ഞാൻ പ്രിൻസ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നീതുമോള് വരിക്കച്ചക്ക നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് ചക്കയപ്പമാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി പഠിക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അരിപ്പൊടി വേണം, ചക്ക നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം, ഏലക്കയും ജീരകം പൊടിച്ചെടുക്കണം, പിന്നെ 1 കപ്പ് തേങ്ങാക്കൊത്ത് വേണം, നമുക്ക് ശർക്കര നല്ലപോലെ ഉരുക്കിയെടുക്കണം. ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായ ചേരുവകൾ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്നത് ഇടനില വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നത് ഇടനില വെച്ചിട്ടല്ല. ആക്ച്വലി ഈസി പ്രോസസ്സാണിത്. നമ്മൾ ആക്ച്വലി പ്ലേറ്റിൽ കോരി വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. അപ്പൊ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ അത് കുറച്ച് ലൂസായിട്ട് എടുക്കണം. അപ്പൊ മാവും ചക്കയും കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതില് ശർക്കര ഉരുക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. നീതുമോള് ഒരു രക്ഷയില്ലാതെ മിക്സ് ആക്കുന്നുണ്ട്. എന്തോ സംഭവിക്കണേന്ന് കാണാം. ടേസ്റ്റിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്കയും ജീരകം പൊടിച്ചത് നമുക്ക് ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നീതുമോള്. എനിവേ നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് അത് സെറ്റ് ആവാൻ വെക്കാം. അപ്പം നമുക്ക് ചക്കയപ്പം പുഴുങ്ങിയെടുക്കാം. ഈ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കണം 10 മിനിറ്റ് നേരത്തേക്ക്. അതിനുശേഷം അതിൽ നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല സ്മെല്ലുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പൊ കറക്റ്റ് 25 മിനിറ്റാണ് ഞാൻ വേവിക്കാൻ വെച്ചത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചക്കയപ്പം. ഇന്ന് നമ്മുടെ നിതിമുളിന്റെ സ്പെഷ്യൽ ആണിത്. എനിവേ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഉണ്ടല്ലോ, കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഗൈസ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂലേ? ഉണ്ടാക്കിയിട്ട് നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് പ്രിൻസ് കിരാളിൽ ഫ്രം ഇവ മീഡിയ.